ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ പവിത്രത്തിൻ്റെ 17ാമത്തെ എപ്പിസോഡാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. മറ്റു 3 എപ്പിസോഡുകളും അധികം വൈകാതെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ആ എപ്പിസോഡുകളൊക്കെ ഒന്ന് കാണണേ. അങ്ങനെ വേദയ്ക്ക് തമിഴ്നാട്ടിൽ സബ് കളക്ടറായിട്ട് ജോലി കിട്ടുന്നത് ഫസ്റ്റ് പോസ്റ്റിംഗ് തന്നെ തമിഴ്നാട്ടിലാണ്. അങ്ങനെ വേദ അവിടെ ജോലിക്കൊക്കെ പോവുകയാണ്. പിന്നീട് കൊച്ചിന് 5 വയസ്സായതാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ തരുണ് കുഞ്ഞുമായിട്ട് കൂടുതൽ അടുക്കുകയാണ്. പിന്നെ അവരുമായിട്ട് കുഞ്ഞുമായിട്ട് കളിപ്പിക്കുന്നതും അങ്ങനെയുള്ള അവരുടെ ജീവിതങ്ങളൊക്കെയാണ് കേട്ടോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് വേദ വീട്ടിലേക്ക് വരുന്നുണ്ട്. അതുപോലെ കൊച്ചിനെ കാണുന്നുണ്ട്, വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്, കുഞ്ഞായിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഓരോ രംഗങ്ങളും ഇങ്ങനെ കാണിച്ചുകൊണ്ട് കുഞ്ഞിൻ്റെ വളർച്ചയൊക്കെ പെട്ടെന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ തരുണും തമിഴ്നാട്ടിലേക്ക് മാറ്റം കിട്ടുകയാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് അവിടെ നിന്ന് അവരിപ്പോൾ താമസിക്കുന്നിടത്തുനിന്ന് അവരെല്ലാവരും കൂടെ ഒരുമിച്ച് തമിഴ്നാട്ടിലേക്ക് താമസിക്കാൻ പോവാണ് കേട്ടോ. വീടൊക്കെ മാറി അവരോടൊക്കെ ആ വീട്ടിൽ നിന്ന് ജോലിക്കാരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് കേട്ടോ പിന്നെ തമിഴ്നാട്ടിൽ താമസാക്കുന്നത്. അങ്ങനെ തമിഴ്നാട്ടിലെത്തിയതിനു ശേഷം പിന്നെ പുതിയൊരു വീട്ടിലേക്ക് താമസം മാറുന്ന ഭാഗങ്ങളും കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ജയിലിൽ ഇങ്ങനെ സൂപ്രണ്ട് സാറിന് യാത്രയപ്പാണ് കേട്ടോ. അങ്ങനെ സാറിനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുന്ന സമയത്ത് സാറുടെ സേവന സമയത്തുള്ള ഓരോ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവയ്ക്കുകയാണ്. സാറ് പറയുന്നുണ്ട് 32 വർഷമായി സാറ് ഈ ഒരു ജയിൽ സർവീസിൽ. ആ ഒരു സമയത്ത് പല കുറ്റവാളികളെ ഞാൻ കണ്ടിട്ടുണ്ട്. സാഹചര്യം കൊണ്ട് ഇവിടെ എത്തിപ്പെട്ടവർ, അതുപോലെ ഒരു തെറ്റും ചെയ്യാത്തവർ, പിന്നെ വീണ്ടും തെറ്റ് ചെയ്തിട്ട് വീണ്ടും തെറ്റ് ചെയ്ത് ജയിലിലേക്ക് തന്നെ വരുന്നവർ, തെറ്റ് ചെയ്തിട്ടും ഒരു കുറ്റബോധവും തോന്നാത്ത കുറ്റവാളികൾ, അങ്ങനെ പലതരത്തിലുള്ള കുറ്റവാളികളെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ജയിൽ ക്വാർട്ടേഴ്സിൽ ഫാമിലിക്ക് താമസിക്കാൻ പറ്റുമെങ്കിലും എൻ്റെ ഫാമിലിക്ക് അത് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ഒരു തടവുകാരനെ പോലെയാണ് ഞാനിവിടെ കഴിയുന്നത്. എൻ്റെ ഭാര്യ എപ്പോഴും എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഒരു ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ഒരു കുറ്റവാളിയെ പോലെയുള്ള ഒരു പോലീസുകാരനെയാണ് എനിക്ക് ജീവിത പങ്കാളിയായി കിട്ടിയത്. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉള്ള ഓരോ അനുഭവങ്ങളൊക്കെ സാറിങ്ങനെ അവിടെ വെച്ച് സംസാരിക്കുകയാണ്. പലരെയും ഞാൻ അവരുടെ ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ അവസാന നാളുകളിൽ ഞാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് വിക്രം സുധാകരൻ. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു ഡിപ്രഷൻ മൂഡിലേക്ക് സ്വന്തം വിധിയെ പഴിച്ച് പോകാമായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കിട്ടിയ ഈ ഒരു സമയത്ത് ശിക്ഷാ കാലയളവിൽ എങ്ങനെ ആ ഒരു പീരിയഡിനെ ലക്ഷ്യത്തിലെത്തിക്കാം എന്ന് കരുതി പഠിച്ച് ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കിയ ആളാണ് വിക്രം സുധാകരൻ. പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കിയ വിക്രം സുധാകരനെ ഞാൻ നിങ്ങളുടെയൊക്കെ അനുമതിയോട് കൂടി ഈ ഒരു വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് വിക്രത്തിനെ അവിടേക്ക് ക്ഷണിക്കുകയാണ് സാറ്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും എന്നെ ഈ അണിയിച്ച ഈ പൊന്നാട ഞാൻ നിങ്ങളുടെയൊക്കെ അനുമതിയോട് കൂടി തന്നെ ഈ വിക്രത്തിനെ ഞാൻ അണിയിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പൊന്നാട അണിയിക്കുന്ന സമയത്ത് വിക്രത്തിൻ്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. അങ്ങനെ വിക്രം സാറ് കെട്ടിപ്പിടിച്ച് ഒന്ന് കരയുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ആ ചടങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം വിക്രം ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ സാറൊരു കാപ്പിയൊക്കെ കൊണ്ട് ചെന്നിട്ട് പറയും, താനെന്തിനാടോ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത്, ഞാൻ എൻ്റെ ഭാര്യയും പിള്ളേരൊക്കെ ആയിട്ട് ഒന്ന് ജീവിക്കട്ടടോ എന്ന് പറയുമ്പോൾ പറയും, അയ്യോ സാറേ അതുകൊണ്ടല്ല, ഇനി സാറ് പോയി കഴിഞ്ഞാൽ എനിക്ക് എന്നെ ചേർത്ത് നിർത്താനൊന്നും ആരും ഉണ്ടാവില്ലല്ലോ എന്നോർത്തപ്പോൾ വല്ലാത്തൊരു വിഷമം. എന്തായാലും താനിപ്പോൾ ചെയ്തത് വലിയൊരു കാര്യമാണ്. തന്നെ കാത്തിരിക്കുന്നത് വലിയൊരു ലോകമാണ്, വലിയൊരു ജീവിതമാണ്. അത് താൻ നല്ല രീതിയിൽ ജീവിച്ച് താൻ എല്ലാവരുടെയും മുന്നിലൊന്ന് കാണിച്ചു കൊടുക്കുക. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് വിക്രമിന് കുറേ ഉപദേശങ്ങളൊക്കെ കൊടുക്കുകയാണ് കേട്ടോ സാറ്. ആ സമയത്ത് വിക്രം പറയുന്നുണ്ട്, ശരിയാണ്, എന്നാലും എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ എനിക്ക് ഓടി വരാൻ സാറല്ലേ ഉണ്ടായിരുന്നത്, ഇനി അതില്ലാണ്ടാവുമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്കൊരു വിഷമം എന്നൊക്കെ പറഞ്ഞിട്ട് സാറിനൊന്ന് കെട്ടിപ്പിടിക്കുകയും കാലിൽ തൊട്ട് വന്ദിക്കുകയൊക്കെ ചെയ്യുകയാണേ. പിന്നെ കാണിക്കുന്നത് പുതുതായിട്ട് ചാർജ് എടുത്ത DIG സാറിനെ വന്ന് കാണുന്നതാണ്. ശങ്കരനാരായണ സാറിനെ വന്ന് കാണുന്നുണ്ട്. അങ്ങനെ സാറിനെ കാണുമ്പോൾ ശങ്കരനാരായണ സാറ് സ്വീകരിച്ചിരുത്തണം. എന്നിട്ട് പറയും, ഞാൻ ചാർജ് എടുത്തതിന് ശേഷം ഒന്ന് വന്ന് കാണണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞാനൊരു നീണ്ട യാത്രയിലായതുകൊണ്ട് കുറച്ച് തിരക്കിലായിപ്പോയി, വന്ന് കാണാൻ പറ്റിയില്ല.
എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ചാലക്കുടിയിൽ ഒരു കേസിൻ്റെ അന്വേഷണത്തിലായിരുന്നു സാറേ. എനിക്ക് അവിടെ വെച്ച് ഒരു കാര്യം കണ്ടെത്താൻ പറ്റി. അത് ഇവിടെ വന്നിട്ട് സാറിനെ ഒന്ന് അറിയിക്കണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്നത്. ഒരു ഭവന നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരുന്നു. അതായിരുന്നു കേസ്. അവരിങ്ങനെ കുറച്ച് സാധാരണക്കാരുടെ കയ്യിൽ നിന്നും കുറച്ച് പൈസ അവർ വാങ്ങിക്കും. എന്നിട്ട് പിന്നെ വീടിൻ്റെ ബാക്കി തുകകൾ മൊത്തം കമ്പനികൾ മുടക്കും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തവണകളായിട്ട് അടച്ചു കൊടുക്കുന്ന രീതിയിൽ ഉള്ള ഒരു ബിസിനസ്സായിരുന്നു. അവർ ഒരു 8-10 വീടുകൾ ഇങ്ങനെ താക്കോൽ കൈമാറ്റം ചെയ്തതിന് ശേഷം ഇതങ്ങ് പരസ്യം ആയി. അങ്ങനെ കുറേ പേര് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കോടികളുടെ സമ്പാദ്യം അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇവർ പെട്ടെന്ന് മുങ്ങിക്കളഞ്ഞു. ഒരു ജോബിയും ഡിക്രൂസുമാണ്. അത് ജോബി എന്ന് പറയുന്ന ആളെ സാറിന് അറിയും. വിക്രം സുധാകരൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ സാക്ഷി പറഞ്ഞ പ്രധാന ആളാണ് ഈ ജോബി. അതെയോ, ആ ജോബി ആയിരുന്നോ ഈ ജോബി എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ആ സാറ് പറയുന്നുണ്ട്, ഞങ്ങൾ അവൻ്റെ വീടൊന്ന് റെയ്ഡ് ചെയ്ത സമയത്ത് അവിടെ നിന്ന് ഒരു ക്യാമറ കിട്ടി. വനം വകുപ്പിൻ്റെ കീഴിൽ അതിൽ നിന്ന് നഷ്ടപ്പെട്ട ഒരു ക്യാമറ ആയിരുന്നു. ആ ക്യാമറ പരിശോധിച്ചപ്പോൾ സാറിന് അനുകൂലമായിട്ട് സാറിന് ഉപകാരപ്പെടുന്ന ഒരു വിവരങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വനം വകുപ്പിൻ്റെ കീഴിൽ മൃഗങ്ങളെയൊക്കെ വേട്ടയാടുന്നത് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാമറകൾ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ക്യാമറ സ്ഥാപിച്ചിട്ടുള്ളത് എവിടെയായിരുന്നെന്ന് സാറിനറിയോ? അന്ന് വിക്രവും ചന്ദ്രശേഖരനും ഏറ്റുമുട്ടിയ ആ ഒരു സ്ഥലത്തായിരുന്നു ഈ ഒരു ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജോബിയും കൂട്ടരും അവിടെ നിന്ന് ആ ക്യാമറ അവിടെ കേസ് തെളിയും എന്ന് പേടിച്ചിട്ട് ആ ക്യാമറ തൽക്കാലം മാറ്റിയതായിരുന്നു. മറ്റാരുടെയും കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ജോബിയുടെ വീട്ടിൽ സൂക്ഷിച്ചതായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു കേസ് വരും, അതിന് അകത്ത് ഇങ്ങനെ ഒരു കുരുക്ക് വരും എന്നൊന്നും പിന്നീട് ജോബി ആലോചിച്ചിട്ടില്ലായിരുന്നു. ഈ ഒരു ക്യാമറ എന്തായാലും സാറിന് അനുകൂലമായിട്ട് വരും. വിക്രമിനെ പുറത്തിറക്കാൻ ഇതിൽ നല്ലൊരു തെളിവാണ്. എന്തായാലും കേസിന് അനുകൂലമായിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഞാൻ സാറിൻ്റെ അടുത്ത് ഈ വിവരം ഇവിടെ വന്ന് പറയാൻ കാരണം. ഉറപ്പായിട്ടും അത് ഞാൻ സാറിന് തരാം സാറേ. അതെൻ്റെ കയ്യിൽ സുരക്ഷിതമായിട്ടുണ്ട്. സാർ എന്തായാലും അടുത്ത കേസിനുള്ള നീക്കങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കോളൂ കേട്ടോ. എന്തായാലും വലിയ ഉപകാരം ബാലചന്ദ്രൻ സർ, നിങ്ങളിപ്പോൾ ചെയ്തത് വലിയൊരു കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് യാത്രയാക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് വിക്രത്തിനെ കാണാൻ വേണ്ടിയിട്ട് ശങ്കരനാരായണ സാറ് വരുന്നുണ്ട്. കേസ് റീ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വിക്രത്തിൻ്റെ സൈന് മേടിക്കാൻ വേണ്ടിയിട്ടാണ് സാറ് വിക്രത്തിനെ കാണാൻ വന്നിട്ടുള്ളത്. അന്നേരം വിക്രം ചോദിക്കുന്നുണ്ട്, ഇനിയും വേണോ അച്ഛാ ഇങ്ങനെ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകണോ? ജോലി പോലും വേണ്ടാന്ന് വെച്ച് എനിക്ക് വേണ്ടിയിട്ട് 2-3 തവണ വാദിച്ച് തോറ്റുപോയതല്ലേ, ഇനിയൊരു പരീക്ഷണത്തിന് നിൽക്കണോ? ആ സമയത്ത് സാറ് പറയുന്നുണ്ട്, ഇത്തവണ നമ്മൾ എന്തായാലും കേസ് ജയിച്ചിരിക്കും വിക്രം. കുറ്റവാളികൾക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു തെളിവ് കാലം എത്ര കഴിഞ്ഞാലും ബാക്കി വയ്ക്കുമല്ലോ, അതുപോലെ ഒന്ന് ഇപ്പം നമ്മളുടെ കയ്യിലുമുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്തായാലും കേസ് ജയിച്ചിരിക്കും. അങ്ങനെ വിക്രം പേപ്പറിലൊക്കെ സൈൻ ചെയ്ത് കൊടുക്കുമ്പം സാറ് പറയുന്നുണ്ട്, ഇനി പുറത്തിറങ്ങിയിട്ട് നീ ഒരു പുതിയ മനുഷ്യനായിട്ട് ജീവിക്കണം എന്ന് പറയുമ്പോൾ ചോദിക്കുന്നുണ്ട്, ഞാൻ പുറത്തിറങ്ങിയാലും എൻ്റെ കൂടെ എല്ലാവരും ഉണ്ടാവുമോ അച്ഛാ? വേദ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. അച്ഛന് അവളെക്കുറിച്ച് വല്ല വിവരവും ഉണ്ടോ, അതോ എന്നോട് പറയാതിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പം വേദ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സാറുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. ഞാനിവിടെ ഉള്ളത് ആരുടെ അടുത്തും പറയരുത്, അതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അന്ന് വേദയെ വെച്ച് അവിടെ വെച്ച് കണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വരികയാണ്. ഇത്ര കാലമായിട്ടും അച്ഛന് അവളെക്കുറിച്ച് ഒന്നും അന്വേഷിക്കാതിരിക്കില്ല എന്ന് എനിക്കറിയാം. അതോ വല്ല വിവരവും കിട്ടിയിട്ട് എന്നോട് പറയാതിരിക്കുന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ പറയും, എനിക്ക് അവളെക്കുറിച്ച് ഇതുവരെ ഒരു വിവരവും അറിയില്ല. എന്തായാലും നീ പുറത്തിറങ്ങുന്ന അന്ന് അവൾ തീർച്ചയായിട്ടും വരും, അതെനിക്ക് ഉറപ്പാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിക്രത്തിന് വല്ലാത്തൊരു ധൈര്യമൊക്കെ കൊടുക്കുകയാണ് കേട്ടോ സാറ്. പിന്നീട് കാണിക്കുന്നത് തരുൺ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ പോലീസുകാരോടൊക്കെ നല്ല പോലെ പെരുമാറുന്നത് കാണുമ്പോൾ പോലീസുകാർ പറയുന്നുണ്ട്, പുലിയെ പോലെ നിന്ന ആളാണ് ഇപ്പം ആകെ പൂച്ചക്കുഞ്ഞിനെ പോലെ ആയി, ആൾക്ക് വന്ന മാറ്റേ എന്നൊക്കെ രണ്ടുപേരും ഇങ്ങനെ പരസ്പരം പറയാണ്. അവർ പറഞ്ഞതുപോലെ തരുണിന് വല്ലാത്തൊരു മാറ്റമാണ്. കാരണം തരുണിൻ്റെ ജീവിതത്തിലേക്ക് കുഞ്ഞ് വന്നതിന് ശേഷം തരുൺ ആകെ മാറിയിട്ടുണ്ട്. അങ്ങനെ തരുണിൻ്റെ അടുത്തേക്ക് മാത്യു സാറ് വരികയാണ്. എന്നിട്ട് പറയും, അവർ വന്നിട്ടുണ്ട്, കതിരീശനും ശരവണ്ണും, എങ്കിൽ വരാൻ പറയൂ, 2 പേരോട് മാത്രം ഉള്ളിലേക്ക് കയറി വരാൻ പറയൂ. അങ്ങനെ അവർ 2 പേര് മാത്രം ഉള്ളിലേക്ക് കയറി വരികയാണ്. ഞാനിവിടെ വന്നപ്പോഴേ നിങ്ങളെപ്പറ്റി അന്വേഷിച്ചതാണ്, നിങ്ങളെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം.
എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് അവരുടെ ഭീഷണിയൊന്നും തരുണിൻ്റെ അടുത്ത് വില പോവില്ല എന്നുള്ള രീതിയിൽ തരുൺ അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഒരു നേതാവ് ഇലക്ഷനിൽ മത്സരിച്ച് ജയിച്ചതാണ് അവരുടെ വിഷയം. അങ്ങനെ തരുൺ അവരുടെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ കുടുംബത്തിൽ നിന്നുള്ളവരെല്ലാവർക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് അവരെ ജനങ്ങൾ തിരഞ്ഞെടുത്താണ്, അതുകൊണ്ട് തന്നെ അവരവിടെ ഭരിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവർ വിടുക. അങ്ങനെ അവർ പോയതിന് ശേഷം മാത്യു സാറ് വന്നിട്ട് പറയും, നമ്മൾ അന്ന് ചരക്ക് പിടിച്ചെടുത്ത ദേവരാജൻ ഉണ്ടല്ലോ, അവന് വീണ്ടും ചരക്ക് ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അവിടേക്ക് അന്വേഷണത്തിന് പോലീസിൻ്റെ കൂടെ പോയിട്ടുള്ളത് സബ് കളക്ടറാണ് കേട്ടോ എന്ന് പറയുമ്പോൾ, സബ് കളക്ടർ എന്ന് പറയുന്നത് വേദയാണ്. ആ സമയത്ത് തരുൺ ഇങ്ങനെ അന്തം വിട്ട് എന്ന് ചോദിച്ച് നിൽക്കുന്ന ആ ഒരു സീനോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.